ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തു. അപ്പോൾ 2 പഴുത്തത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്നത് ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ബ്രദറിൻ്റെ മോള് മീനമ്മ വന്നപ്പോഴത്തേക്ക് കുഞ്ഞിന് പറിച്ച് കൊടുത്തു. അവൾ 8ാം ക്ലാസ് പഠിക്കുകയാണ്, KV സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതുവഴി വന്നപ്പം ഞാൻ അവളെ കണ്ടപ്പോൾ അത് പറിച്ചവൾക്ക് കൊടുത്തു. രണ്ടാമതൊരെണ്ണം നിന്ന് അത് ഞാൻ ഇപ്പോഴാണ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് കണ്ട് ചെറുതായിട്ട് വെടിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നന്നായിട്ട് പഴുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിന് നല്ല മധുരം കാണും. അതുകൊണ്ട് ഞാനതിന് പറിച്ചെടുക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി, അതിങ്ങ് പോരും. നല്ല വലിപ്പം ഉണ്ട്. 1/2 കിലോയിൽ കൂടുതൽ വരും ഇത് ഒരെണ്ണം. നല്ല വലിപ്പമുണ്ട്. ഇങ്ങനെ ഇന്നത്തെ വിശേഷം ഇതാണ്. അങ്ങനെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചിട്ടുണ്ട്. ഇനി 5 നിൽപ്പുണ്ട്. അത് പാകമായിട്ടില്ല. ഉടനെ തന്നെ അത് പാകമാവും. അന്നേരം ഞാനത് നിങ്ങളെ കാണിക്കാം. ഇതിപ്പം നല്ല പഴുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് മുറിച്ചിനി കഴിക്കാനുള്ളത്. അത് അപ്പോൾ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാനൊന്ന് മുറിച്ച് നോക്കുകയാണ്. ഇത് മലേഷ്യൻ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല പിങ്കിഷ് നിറമാണ്. റെഡാണ്, പിങ്കിഷ് റെഡാണ്. എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ആദ്യമായിട്ട് കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ പിങ്കിഷ് ആണോ പിങ്ക് ആണോ എന്നറിയാം. പക്ഷേ മുറിച്ചപ്പോൾ അത് പിങ്കായപ്പോൾ വലിയ സന്തോഷമായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമേ. വായോ, ഇത് മുറിച്ചു. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം, മധുരം എന്താണെന്ന് നോക്കണം. ഞാൻ ആദ്യമായിട്ട് ഈ വർഷത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യണേ. നല്ല നിറം, നല്ല മധുരവും, അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി. നമ്മളെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല മധുരമുണ്ട്. ടേസ്റ്റ് കൊണ്ടും മധുരം കൊണ്ടും ഞാൻ കുറേ അങ്ങ് കഴിച്ചു കേട്ടോ. വളരെ അടിപൊളിയാണിത്. നമ്മൾ പറഞ്ഞാൽ ബാക്കിയിൽ ഒതുങ്ങില്ല, അത്രയും ടേസ്റ്റും മധുരവുമാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പം ഈ ഒരു ടേസ്റ്റും മധുരവും ഉണ്ടാവാറേ ഇല്ല. പക്ഷേ ഇത് നല്ല അടിപൊളിയാണ്. അന്യായ ടേസ്റ്റാണ്. അതേപോലെ മധുരമുണ്ട്. എല്ലാവരും ഇതിൻ്റെ ഒരു തണ്ട് വാങ്ങിച്ച് വീട്ടിൽ നടയിൽ വെച്ച് പിടിപ്പിക്കണം. വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. അന്യായമായിട്ട് ഇത് ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ കൗണ്ട് കുറഞ്ഞു പോകാറില്ലേ? അപ്പോൾ ഈ ഫ്രൂട്ട് കഴിച്ചാൽ കൗണ്ട് കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണേ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.